ഇന്നത്തെ പത്രം ആരെങ്കിലും വായിച്ചോ? ഇല്ല ഡാഡി. എന്തെങ്കിലും സ്പെഷ്യൽ ന്യൂസ്? വ്യാജ ഡോക്ടറായ മകന്റെ മരുന്ന് കഴിച്ച അമ്മയുടെ നില ഗുരുതരം. പാവ അമ്മ അല്ലേ? ഡോക്ടറാകാൻ യോഗ്യതയില്ലാത്തവരൊക്കെ ഡോക്ടറായാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ ഡാഡി? ടോം ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? എനിക്ക് പരാതിയില്ലെന്നേ. പിന്നെ ടോമിനെന്താ? കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. രണ്ടുപേർക്കും എന്തോ പറയാനുള്ളതുപോലെ. എന്താ ടീന? എന്താ ജോലിക്ക് പറയാനുള്ളെന്ന് ചോദിക്ക്. അതില്ല. നല്ല പെടക്കണ മീനിന്റെ പേര് ഞാൻ പറഞ്ഞു തരില്ലേ? ഒന്നുമില്ല ഡാഡി. ടീന പറ പ്ലീസ്. ഞാനില്ല. ടോം അത് വിട്. നിങ്ങൾക്ക് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ എന്തിനേ മടി? പറഞ്ഞോളൂ ടോം. അത് ഡാഡി, ഞാൻ പറയട്ടെ ടീന? വേണ്ട ടോം. ചിലപ്പോൾ ഡാഡിക്കത് വിഷമമാകും. കൊറേ നേരമായി നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോ? ഇടയ്ക്ക് ആ മുള്ളെങ്കിലും ഒന്ന് താഴെ കെട്ടൂടെ? ടീന, ഇതിങ്ങനെ വിട്ട പറ്റില്ല. ടീനയുടെ മാത്രം കാര്യമല്ല, ഇതവിടെ പഠിക്കുന്ന മറ്റു പിള്ളേരുടെയും പ്രശ്നമാണ്. അതെ, പക്ഷേ എന്താ പ്രശ്നം ടീന? അത് ഞാൻ പറയാം ഡാഡി. വെറുതെ അല്ല മുതിർന്നവർ പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന്. പാവം പൂച്ചകൾ മനസ്സിലാക്കിയവരായിരുന്നു അവരില്ല. വേണ്ട, ഞാൻ തന്നെ പറയാം. എന്താ? ശരി, അങ്ങനെ ധൈര്യത്തോടെ കാര്യങ്ങൾ പറയാൻ പഠിക്കും ടീന. ഡാഡി, എന്റെ സ്കൂളിലെ ടോം കളിയാക്കേണ്ട, ഞാൻ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന്. എന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചിട്ട്. എന്താ മക്കളെ, എന്താ പ്രശ്നം? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വരേണ്ടതുണ്ടോ? ആ മീൻ താഴെ കെട്ടിട്ട് ചെല്ല്. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണം! അതൊന്നുമല്ല ഡാഡി, ഇത് ടീന തന്നെ പറയട്ടെ. സോറി ടീന, ഞാൻ കളിയാക്കത്തില്ല കേട്ടോ. ആണോ? എല്ലാരും കൂടി കളിയാക്കുന്നത് എന്നെയല്ലേ? അത് സാരമില്ല, ഞാൻ പറയാം ഡാഡി. പറമോളെ, പറ. ഇല്ല, ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. മൗനം വിദ്വാനഭൂഷണമായിരിക്കും. എന്തായാലും പൂച്ചകൾക്കല്ല. കേൾക്കട്ടെ, പറയൂ ടീന. എന്റെ കൈ ഉണങ്ങി തുടങ്ങി. എന്റെ കുടല് വരെ ഉണങ്ങിന്നാ തോന്നുന്നേ. അപ്പഴാ കൈ. ഇവിടെ കരയുന്ന പൂച്ചക്കേ മീനുള്ളൂ. പാവം, ജോലിക്ക് ബോറടിച്ചെന്നാ തോന്നുന്നേ. ബോറടിച്ചതല്ല മനുഷ്യ, ഇതാണ് വിശപ്പിന്റെ വിളി. ടീന, ആ മുള്ളെടുത്ത് അവൾക്കിട്ട് കൊടുത്തേ. ടീനയുടെ പാത്രത്തില് മുള്ളോ? അതിലും ഭേദം ടീന തലവാരുന്ന പേൻചീപ്പ. അതിൽ പേനെങ്കിലും കാണും. ജൂലി, നീ ഇത് മുഴുവൻ കഴിച്ചോ? എനിക്ക് മതിയായി. മതിയായിട്ടിങ്ങനെ, എന്നിട്ട് മുഴുവനും കഴിച്ചോണം. ഓ ദൈവമേ, ഇതെന്താ ഫോസിലോ? കഴിച്ചേക്കാം. ഇതും കൂടി ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെയാവും. ഇതും കൂടെ കഴിച്ചോളൂ ജൂലി. താങ്ക് യു ടോം. ദൈവത്തിന് സ്തുതി. ഇതാണ് അന്നൊന്നു വേണ്ടുന്ന ആഹാരം. ഇതെന്നും എനിക്ക് തന്നേക്കണേ. അപ്പോ ഇതായിരുന്നു രണ്ടുപേരുടെയും സ്വകാര്യം. ഞാൻ എന്റെ ക്ലാസ്സിൽ ടോപ്പറാണ്, ക്ലാസ് ലീഡർ, പിന്നെ സ്കൂൾ ലെവലിൽ 5ാമത്. ഞാൻ പഠിച്ചതിനുള്ള മാർക്ക് എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ക്ലാസ് ടോപ്പർ, ക്ലാസ് ലീഡർ, ഏറ്റവും കൂടുതൽ അറ്റൻഡൻസും. പക്ഷേ സ്കൂൾ ലെവലിൽ 2ാമത്. 1ാമതാകേണ്ടതായിരുന്നു. അത് ടീന ആവില്ല ഡാഡി. അതാണ് ടീനയുടെ പ്രശ്നം. ഒന്നിനേക്കാൾ വലുത് 2 ഒരു മത്തി വേണോ 2 മത്തി വേണോന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് 2 മത്തി മതിയെന്ന്. അതുപോലെ ടീന എന്താ ഇങ്ങനെ? അതെന്താ ടീന? ടീന എത്ര ശ്രമിച്ചാലും ആ കുട്ടി തന്നെയായിരിക്കും ഫസ്റ്റ്. ആ കുട്ടി ഒരു ടീച്ചറിന്റെ മകളാ. മക്കളെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഒരു കാലത്ത്
ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. എന്റെ ക്ലാസ്സിലെ മാഷിന്റെ മകൻ ഡ്രോയിങ്ങിന് എപ്പോഴും ഫസ്റ്റ്. ആ കുട്ടി എന്നെക്കാളും 2 കൊല്ലം സീനിയറായിരുന്നു. എന്നിട്ട് ആ കുട്ടി ഹയർ സ്റ്റഡീസിന് പോയ കൊല്ലം എനിക്ക് ഫസ്റ്റ് ലഭിച്ചു. അപ്പോ എന്റെ സംശയം ഞാൻ സ്ഥിരീകരിച്ചു. പിന്നെ പിന്നീടൊരിക്കൽ അയാൾ നടത്തിയ എക്സിബിഷൻ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി അയാളുടെ കഴിവ് എത്ര വലുതാണെന്ന്. എന്റേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാനെത്ര ചെറുതാണെന്ന്. ഡാഡി പറഞ്ഞു വരുന്നത് ആ കുട്ടി സ്കൂൾ ടോപ്പർ ആയെങ്കിൽ അത് ആ കുട്ടിയുടെ കഴിവ് കൊണ്ടാണെന്നും അല്ലാതെ അവിടുത്തെ ഒരു ടീച്ചറിന്റെ മകളായതുകൊണ്ടല്ലെന്നും. മറിച്ചും ചില സ്കൂളുകളിൽ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു അമ്മയോ അച്ഛനോ അതുമല്ലെങ്കിൽ ഒരു ടീച്ചറോ അവരുടെ പിടിപാടുകൊണ്ട് അവരുടെ മക്കളെയോ പ്രിയ ശിഷ്യരെയോ മാർക്കോ റാങ്കോ കൂട്ടിയാൽ അത് അവരോടും ആ കുട്ടികളോടും ചെയ്യുന്ന വലിയ ചതിയാണ്. അതെങ്ങനെ? ടീന, എക്കാലവും ഒരു രക്ഷിതാവിനും അധ്യാപകനും സ്വന്തം മക്കളെയോ വിദ്യാർത്ഥിയെയോ സഹായിക്കാൻ പറ്റില്ല. വളരെ ശരിയാണ്. അതെ, ടോം കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കുന്നു. ബുദ്ധിമാൻ. ഇതിലെന്താ എത്ര വലിയ കാര്യം? താങ്ക് യു. പിന്നെ ചെറിയ ക്ലാസ്സുകളൊക്കെ മാത്രമേ ഇങ്ങനെ അവരെ സഹായിക്കാൻ ഈ പറഞ്ഞവർക്ക് കഴിയൂ. അതുമൂലം ഈ പാവം വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന പാഠങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അവർ പോകുമ്പോൾ ആ പാഠഭാഗങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റാതാകുന്നു. മാതാപിതാക്കൾക്കോ അധ്യാപകന്മാർക്കോ പഴയ പോലെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവർ ഈ കുട്ടികളെ തന്നെ കുറ്റപ്പെടുത്തും. പിന്നെ മടിയന്മാർ, മണ്ടന്മാർ എന്നൊക്കെ മുദ്രകുത്തി അവരുടെ ഉള്ള ശുഭാപ്തി വിശ്വാസം കൂടി തകർക്കും. വളരെ ശരി. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ തന്നെ പറ, ഇതിനെന്താ ഒരു പരിഹാരം? മാതാപിതാക്കളെയും അധ്യാപകരെയും ബോധവൽക്കരിക്കണം. അതൊന്നുമല്ല വേണ്ടത് ടോം. പിന്നെ ടീന പറയട്ടെ ടോം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണ്. അതെ, പക്ഷേ ടീന മുഴുമിപ്പിക്കട്ടെ. ശരി. അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ബഹുഭൂരിഭാഗവും അധ്യയന ജീവിതം കഴിഞ്ഞവരാണ്. അവരവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിയവരും. ആ സ്ഥിതിക്ക് വിദ്യാർത്ഥികളാണ് ഈ പ്രവണതയ്ക്കെതിരെ തിരിയേണ്ടത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരെയല്ലേ, അവരുടെ ജീവിതത്തെയല്ലേ. വളരെ ശരിയാണ് ടീന. ചെറിയ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കാത്തവരെയും ശ്രദ്ധ കിട്ടാത്തവരെയും ഒക്കെ രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയും അധ്യാപകരുടെ ജോലി തീർക്കുന്നതിന്റെ ഭാഗമായും അടുത്ത ക്ലാസ്സുകളിലേക്ക് കയറ്റിവിടും. ചെറിയ ചെറിയ പാഠങ്ങൾ പോലും മനസ്സിലാക്കാത്തവർക്ക് അതിനും കഠിനമായ പാഠഭാഗങ്ങൾ എങ്ങനെ മനസ്സിലാവാനാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇതിനൊരു പരിഹാരം വേണ്ടേ? പലഹാരമോ? വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക. എങ്ങനെ? ഇപ്പോ എന്റെ കാര്യം തന്നെ നോക്ക്. എനിക്കറിയാം സ്റ്റെഫിക്ക് അത്രയും മാർക്ക് കിട്ടാൻ യാതൊരു വഴിയുമില്ലെന്ന്. ആ കുട്ടി ഒത്തിരി സമ്പത്തുള്ള ഒരു കുടുംബത്തിലെയാ. അവർക്ക് ഈ സ്കൂളിൽ ഷെയർ വരെയുണ്ട്. പിന്നെ അമ്മ ക്ലാസ് ടീച്ചറും. ശരിയാ, എത്ര നിർബന്ധിച്ചാലും ആ കുട്ടി ക്വിസ് മത്സരത്തിനോ മറ്റു മത്സരങ്ങളിലോ ഒന്നും തന്നെ ചേരാറില്ല. എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ തിന്നോണ്ട് നടക്കുന്ന കാണാം. കുട്ടികളായാലും അങ്ങനെ വേണം. പിന്നെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നത് പോലെ ഈ കുട്ടിയോട് ചോദിക്കാറില്ല. ചോദിച്ചാൽ തന്നെ അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും പരിഹാരം പറഞ്ഞില്ല. അതെ, അത് പറഞ്ഞില്ല. ഒരു എക്സ്റ്റേണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക. എന്നിട്ട് സ്റ്റെഫി ഉൾപ്പെടെയുള്ള കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുക. ഐഡിയ നല്ലതാണ്. പക്ഷേ അവൾ ജോയിൻ ചെയ്തില്ലെങ്കിലോ? ശരിയാ, നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താ ഇതിനൊരു പലഹാരം? പലഹാരം. കറക്റ്റ് ജോലി, പലഹാരം. ദൈവമേ, പലഹാരത്തോടുള്ള കൊതി കൊണ്ട് പെട്ടെന്ന് വായിന്ന് വീണു പോയതാ. അതും കറക്റ്റ്. എന്നെ കൊണ്ട് വയ്യ. പലഹാരം എങ്ങനെയാ ടീന ഇതിനൊരു പരിഹാരമാവുന്നേ? നമ്മൾ സ്റ്റെഫിയെ ചായക്ക് ക്ഷണിക്കുന്നു. എന്നിട്ട്
നല്ല രീതിയിൽ ഡാഡിയും ഡോക്ടർ അങ്കിളും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഐഡിയ കൊള്ളാം. പക്ഷേ ആ കുട്ടിക്കത് മനസ്സിലായില്ലെങ്കിൽ? ആ കുട്ടിക്ക് മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ ദോഷമാകും. അതുകൊണ്ട് എങ്ങനെയും ആ കുട്ടിയെ കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അത് ഡാഡിയുടെയും ഡോക്ടർ അങ്കിളിന്റെയും കടമയാണ്, അല്ലേ ടീന? ഇതിനൊക്കെ ഒരു പരിഹാരമായെങ്കിലേ എന്റെ പലഹാര കൊതിക്കൊരു പരിഹാരമാവും. എന്താ ജോലി പറഞ്ഞേ? അതും മനസ്സിൽ നിന്ന് പുറത്തു പോയോ? കഷ്ടം. ഡാഡി, എന്നാൽ ഞാൻ ഈ കാര്യം പെട്ടെന്ന് തന്നെ ഡോക്ടർ അങ്കിളോട് പറഞ്ഞിട്ട് വരാം. ഞാനോ? ഞങ്ങളെന്ന് പറയട്ടോ. ഞാനും വരുന്നു ഡോക്ടർ അങ്കിളെ കാണാൻ. അത് വേണ്ട ടീന, ഞാൻ പോയി അങ്കിളിനോട് കാര്യങ്ങൾ പറയാം. ടീനയുടെ കാര്യം കൂടെ പറയേണ്ടതല്ലേ? പിന്നെ ഈ സമയം കൊണ്ട് ടീനയും ജൂലിയും കൂടെ പോയി പലഹാരം വാങ്ങിച്ചോണ്ട് വരണമല്ലേ? ഹോ, എന്തൊരു ശുഷ്കാന്തി അല്ലേ ടീന? അതെന്തട്ടോ ഈ കാന്തി? ഈ പലഹാരങ്ങളും മീനുമൊക്കെ തിന്നാനുള്ള കൊതി പോലെ പഠിക്കാനും ഒരു കൊതി വേണം. അപ്പോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ മനസ്സിലാകും. കേട്ടോ ജോലി? സൂര്യകാന്തി പോലെ എന്തെങ്കിലും ആയിരിക്കും. ഇതൊക്കെ പഠിക്കണം, പൊരിച്ചു മീൻ തിന്നാൻ. ശരി ടോം. ടോം ചെന്ന് അങ്കിളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അവൾക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ എനിക്കറിയാം. ഓ ജൂലി, ആ പാക്കറ്റ് പൊട്ടിക്കല്ലേ. വീട്ടിലെത്തിയിട്ട് തരാം. ദേ ടോം വരുന്നു. ഹായ്. എന്ത് നല്ല മണം. ഈ വീടെന്താ എത്താത്തെ? നമുക്ക് ടോമിന്റെ സൈക്കിളിൽ കയറി പോവാം, അല്ലേ ടീന? മടിച്ച് എന്തായി പോയ കാര്യം? ടീന പുറകിൽ കയറ്, പറയാം. ഇനി പറ, അങ്കിൾ എന്ത് പറഞ്ഞു? അങ്കിള് നാളെ രാവിലെ പള്ളിയിലേയും കഴിഞ്ഞ് എത്താമെന്ന്. അത് പോരെ ടീന? ആ, അത് മതി. സ്റ്റെഫിയെ എങ്ങനെ വരുത്തും? അതിനുള്ള വഴി എനിക്കറിയാം. ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന സ്റ്റെഫിക്ക് ഒരു ട്രീറ്റ് തരാൻ എന്റെ ഫാമിലി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മതി. അവൾ ഓടിയെത്തും. ഒത്തിരി പൈസയുള്ള ഫാമിലി അല്ലേ അവളുടേത്. പിന്നെ ഈ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ സ്റ്റെഫി വരുമോ? കാര്യം അവൾ എന്തു ചോദിച്ചാലും വീട്ടുകാർ മേടിച്ചു കൊടുക്കുമെങ്കിലും അവളുടെ തടി കാരണം ഇപ്പോൾ ആശാട്ടി സ്ട്രിക്റ്റ് ഡയറ്റിങ്ങിലാണ്. വീട്ടിൽ നിന്നും ഒന്നും കിട്ടില്ല. അങ്ങനെയെങ്കിൽ ട്രീറ്റ് എന്ന് പറഞ്ഞാ മതി, പുള്ളിക്കാരി ഓടിയെത്തിക്കൊള്ളും. പാവമാവൾ. നാളെ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ മതിയായിരുന്നു. പാവം ഞാനാ. ഇനി നാളെ വരെ കാത്തിരിക്കണം ഇതിൽ നിന്നൊരു കഷ്ണം കിട്ടാൻ. ആ കുട്ടി എത്തിയെന്നാ തോന്നുന്നേ. ഞാൻ പോയി വാതിൽ തുറക്കാം. ഹായ് സ്റ്റെഫി, വാ വാ, അകത്തേക്ക് വാ. ടീന, നീ മിനിഞ്ഞാന്ന് ക്ലാസ്സിലിരിക്കുമ്പോ ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് വിളിച്ചപ്പോ നിന്റെ വീട് ചെറുതാണല്ലേ? ഞങ്ങളുടെ വീട് ഇതിന്റെ 10 ഇരട്ടിയുണ്ട്. ഞങ്ങളുടെ ചെറിയ വീടാ സ്റ്റെഫി. ഈ വലിപ്പമുള്ള ആരും ഈ വീട്ടിലില്ല. പിന്നെന്തിനാ വലിയ വീട്? ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴിച്ചിട്ട് എളുപ്പം പോണം. ടീന, ഉച്ചയ്ക്കുന്നൊരു കല്യാണം ഉള്ളതാ. അവിടെ ചിക്കൻ ബിരിയാണി ആയിരിക്കും. ദൈവമേ, ഇവള് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എന്ത് ബാക്കി വരാനാ? ഇതെന്റെ ഡാഡി, ഇതെന്റെ അങ്കിൾ സാമുവൽ. ഈ സിറ്റിയിലെ ഡോക്ടറാണ്. പിന്നെ ടോമിനെ തനിക്ക് അറിയാമല്ലോ. തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. സ്കൂളിൽ ഫസ്റ്റ് അല്ലേ? തീറ്റക്കാര്യത്തിലായിരിക്കും. ഹായ് ടോം. അങ്കിൾ, ഈ ടോം എന്നെ സൈക്കിളിൽ ഇരുത്താറേ ഇല്ല. ടോമിന് നാളെയും സ്കൂളിൽ പോവാൻ സൈക്കിൾ വേണ്ടേ മോളെ?
അതായിരിക്കും. അതാ. ഹായ് മോളെ, ഇവിടെ ഇരിക്കെ. അതെന്താ ടോം, നീ സ്റ്റെഫിയെ സൈക്കിളിൽ ഇരുത്താത്തെ? ഹായ് സ്റ്റെഫി. അത് പിന്നെ അവിടെ അല്ലേ ഡൈനിങ് ടേബിൾ. ഹായ് സ്റ്റെഫി, കുടിക്കാൻ എന്തെങ്കിലും? ഹായ് അങ്കിൾ. കുടിക്കാൻ മാത്രമല്ലോ? ഇല്ല, കഴിക്കാനും ഉണ്ട് സ്റ്റെഫി. മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിളിച്ചതാണ്. മോൾ ഇന്ന് രാവിലത്തെ പത്രം വായിച്ചോ? ഇല്ല. സ്റ്റെഫിക്ക് വലുതായി ആരാകണമെന്നാണ് ആഗ്രഹം? ഇപ്പൊ തന്നെ വലുതായിരിക്കണല്ലേ, ഇനി എന്ത് വലുതാവാൻ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. വീട്ടുകാർ പറയുന്ന എന്തെങ്കിലും ആവും. അപ്പോൾ സ്റ്റെഫിക്ക് സ്വന്തമായ ആഗ്രഹങ്ങളൊന്നുമില്ലേ? ഉണ്ട്, പക്ഷേ എന്റെ ഡാഡിയും മമ്മിയും സമ്മതിക്കില്ല. എനിക്കൊരു പൈലറ്റ് ആവാൻ ആഗ്രഹം. വീട്ടുകാരോട് നന്ദിയുണ്ട് ആ ആഗ്രഹം സമ്മതിക്കാത്തതിന്. അതെന്താ മോള് പൈലറ്റ് ആവുന്നതില് വീട്ടുകാർ സമ്മതിക്കാത്തത്? ഡാഡിക്കും മമ്മിക്കും എന്നെ വലിയ ഇഷ്ടമാ. പൈലറ്റൊക്കെ ആയാൽ എന്നും വിമാനത്തിൽ തന്നെ ആയിരിക്കില്ലേ? ഈയിടെയായി വിമാന ദുരന്തങ്ങൾ കൂടുതലാ. അതുകൊണ്ട് എന്നോട് പൈലറ്റ് ആകണ്ടെന്ന് പറഞ്ഞു. ദൈവമേ, വലിയൊരു ദുരന്തത്തിൽ നിന്നാ നീ ഞങ്ങളെ രക്ഷിച്ചത്. എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അതിരിക്കട്ടെ, മോൾ സ്കൂൾ ടോപ്പറായത് എങ്ങനെയാ മോളെ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ പഠിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ശരിയായ ഉത്തരം പറയുമോ? എനിക്ക് വീട്ടിൽ പോണം, സമയം കുറയായി. ട്രീറ്റ് എവിടെ? കുറച്ച് കാര്യങ്ങൾ മോളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഉടൻ ട്രീറ്റ്. സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ മോൾക്ക് തന്നെ പോകാം. ഓക്കേ. മോളെ, വിമാനം കണ്ടുപിടിച്ചത് ആര്? റൈറ്റ് ബ്രദേഴ്സ്. വെരി ഗുഡ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ കളർ എന്താണ് സ്റ്റെഫി? ഇതെന്ത് മണ്ടൻ ചോദ്യാണെങ്കിൽ. ബ്ലാക്ക് ബോക്സിന്റെ കളർ ബ്ലാക്ക്. നമ്മുടെ കുടുംബത്തിന്റെ വില കളയും ഈ ഡോക്ടർ. മോള് പറഞ്ഞ ഉത്തരം തെറ്റാണ് മോളെ. ഞാൻ പറഞ്ഞത് ശരിയാ. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. ശരി, മോള് പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമോ? തീർച്ചയായും. ടീന, ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? എന്തുകൊണ്ടാണ്? ബ്ലാക്ക് ബോക്സിന്റെ നിറം ബ്രൈറ്റ് ഓറഞ്ച് ആണ്. വെൽ ഡൺ ടീന. എന്നാ പിന്നെ അതിനെ എന്തിനാ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നത് ടീന? അതെനിക്ക് പഠിക്കാനില്ല. എന്നാൽ ഇതേ സംശയം എനിക്ക് വന്നപ്പോൾ ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെത്തിയതാണ്. പറയൂ, കേൾക്കട്ടെ. പണ്ട് കാലത്ത് ഫിലിമിലാണ് വിവരങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിലെ ഡാർക്ക് റൂം പോലെ പ്രകാശം ഒരു രീതിയിലും ബോക്സിന്റെ അകത്ത് കയറി വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരെന്ന് ബ്ലാക്ക് കളറിലായിരുന്നു ഈ റെക്കോർഡ് ഇറക്കിയിരുന്നത്. പിന്നെ അതെങ്ങനെ ഓറഞ്ചായി? ഞാൻ പറഞ്ഞാ മതിയോ? ആര് പറഞ്ഞാലും മതി. ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി കത്തിക്കരിയുമ്പോ കറുത്ത നിറത്തിലാണ് ബോക്സ് എങ്കിൽ അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിനെ അവർ ഓറഞ്ച് നിറത്തിലാക്കി. താങ്ക് യു ടീന. താങ്ക് യു ടോം. അങ്കിൾ ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്കൊരു സംശയമുണ്ട്. വീട്ടുകാരുടെയോ അധ്യാപകരുടെയോ പിടിപാടുകൊണ്ടാണ് മോൾ സ്കൂളിൽ ഫസ്റ്റ് ആയത്. സത്യമാണ് അങ്കിൾ. എന്റെ ഡാഡിയാണ് ഇതിന് പിന്നിൽ. ഡാഡിയുടെ ഇമേജ് ഉയർത്താൻ വേണ്ടി അങ്ങനെ ചെയ്തത്. ഇന്ന് രാവിലെ പത്രത്തിൽ വന്ന ഒരു വാർത്ത കേട്ടോളൂ. വ്യാജ ഡോക്ടറായ മകന്റെ മരുന്ന് കഴിച്ച അമ്മയുടെ നില ഗുരുതരം. ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കി സ്റ്റെഫി? അർഹതപ്പെടാത്ത പദവിയിൽ കള്ളത്തരങ്ങളിലൂടെ നമ്മൾ എത്തിയാൽ അത് ഏതെങ്കിലും തരത്തിൽ നമുക്കും ഈ ലോകത്തിന് തന്നെയും മോശമായേ വരൂ. സ്റ്റെഫി നല്ല കുട്ടിയാണ് ടീന. അവളെ വഴിതെറ്റിച്ചത് അവളുടെ വീട്ടുകാരും അതിന് കൂട്ടുനിന്ന അധ്യാപകരുമാണ്. ഇനി സ്റ്റെഫി അവരെ തിരുത്തിക്കോളും. അല്ലേ സ്റ്റെഫി? ശരിയാ അങ്കിൾ. ഇങ്ങനെ നല്ലത് പറഞ്ഞു തരാൻ കഴിവുള്ള ഡാഡി അല്ല എന്റേത്. ടീന, നിന്റെ വീട് എത്ര ചെറുതാണെങ്കിലും നിന്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ വലിയവരാണ്, ദൈവാനുഗ്രഹമുള്ളവരാണ്. താങ്ക്സ് സ്റ്റെഫി. നമുക്കെന്തെങ്കിലും കഴിക്കാം. ഇല്ല ടീന, ശരീരത്തിന്റെ വലിപ്പമല്ല എനിക്ക് വേണ്ടത്, മനസ്സിന്റെ വലിപ്പമാണ്. അതിന് ഈ ഭക്ഷണം അല്ല വേണ്ടത്, നല്ല ദൈവവചനങ്ങളാണ്. ഇത്രയും നല്ലൊരു കുട്ടിയെ
മനസ്സുകൊണ്ടാണെ പോലും കളിയാക്കിയത് മോശമായിപ്പോയി. മനസ്സ് തുറന്നൊരു സോറി പറഞ്ഞേക്കാം. സോറി സ്റ്റെഫി. ഇത് നമ്മുടെ ജോലിയല്ലേ? ടീന എപ്പോഴും പറയാറുണ്ട്. എന്തിനാ സോറി പറഞ്ഞേ? ചുമ്മാ. നല്ല ദൈവവചനങ്ങളാണ് മോൾക്ക് വേണ്ടതെന്ന് പറഞ്ഞില്ലേ? ഈ സാഹചര്യത്തിന് പറ്റിയൊരു വചനം ഇതാ, റോമ 12:2 വാക്യങ്ങൾ. നിങ്ങൾ ലോകത്തിന് അനുരൂപകരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ആമേൻ.